ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പത്തിരി ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നാളികേരം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാളികേരം ഇടേണ്ട ഒരു ആവശ്യമില്ല. നാളികേരം ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പത്തിരിക്ക്. അപ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക, ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കണ ഒരു പത്തിരി എന്ന് പറയല്ലേ. ഇത്തിരി കൂട്ടി പറഞ്ഞതാട്ടോ. എന്നാലും ഫാനിട്ട് അങ്ങനെ പറക്കുണ്ടായിരുന്നു. അത്രയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാൻ നോക്കണേ. അപ്പോൾ ഞാൻ ഒരു പാത്രം, സ്റ്റീലിൻ്റെ പാത്രമാണ് കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ അരിപ്പൊടി അളന്നിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു ബൗൾ പോലത്തെയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അതിൽ 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ആ ഉപ്പ് ഉണ്ടോ എന്നുള്ള വെള്ളത്തിലൊന്ന് നോക്കുക. പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം വെള്ളത്തിനേറ്റും. പിന്നെ നമ്മുടെ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളച്ചപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നാളികേരം, കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ, അധികം ആവരുത്. അപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട. അതിന് ശേഷം വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നൈസ് പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബൗളിലാണോ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എടുത്തത്. നിങ്ങൾ ഗ്ലാസ്സിലെടുക്കണേന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കുമ്പോൾ വിചാരിക്കും വെള്ളം കൂടിയെന്ന്, പക്ഷെ കറക്റ്റാണ്, ഒട്ടും കൂടുതലില്ല. ഇതിന് കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. ഈ ഒരു കണ്ടപ്പോൾ നന്നായി വെന്തൊക്കെ വന്നപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലായതുകൊണ്ട് അപ്പോൾ നന്നായി ഒന്ന് കുഴയ്ക്കണം കേട്ടോ. നന്നായി കുഴയ്ക്കണം നമ്മുടെ പത്തിരിക്ക്, എന്നാലാണ് സോഫ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ കുഴയ്ക്കാൻ. അപ്പം ഞാൻ ഇതൊന്നും ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാൻ അടുക്കളയിൽ നിന്ന് ഹോളിലേക്ക് വന്നേക്കാം, ഫാൻ്റെ അടിയിൽ. എന്നാലേ നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും കുഴയ്ക്കാൻ. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കുഴയ്ക്കണം. അപ്പോൾ ആ കുഴയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പരന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇത്തിരി പൊള്ളുക മീൻസ് ഭയങ്കര ചൂടോടുകൂടി എന്നല്ല, എന്നാലും ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുമ്പോൾ ഇത്തിരി ഒന്ന് ചൂട് കുറയും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുഴയ്ക്കാനും സുഖമാണ്. അധികം പൊള്ളൽ നമ്മുടെ കയ്യിലേക്കും വരില്ല കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കുഴയ്ക്കണം. അപ്പോൾ അതിങ്ങനെ കുഴച്ചൊന്ന് കൊടുത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. നന്നായി കുഴക്കട്ടെ. ഒന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കുഴക്കെണ്ണയിലാണ് നമ്മുടെ പത്തിരിയുടെ സോഫ്റ്റ്നെസ്സും ഇരിക്കുന്നത്, ടേസ്റ്റും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനൊരു ഇതിന് ഒരു എന്താ പറയുക, നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി കിട്ടില്ലേ നമുക്ക്, ചിലവർ ചെയ്യുമ്പോൾ ഷേപ്പ് ആവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ മാവ് എടുക്കണ പോലെ കുറച്ചധികം എടുക്കുക. അതിന് ശേഷം ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുള നല്ല സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി കുഴച്ചതാണ്, എന്നാലും ഒന്ന് ചൂടാറി വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് കുഴക്കുകയാണ്. ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു ഉണ്ടയാക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി അരിപ്പൊടി, ആ പരത്തണയമേ ഒരിത്തിരി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പരത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കുഴക്കണതും ആ വെള്ളത്തിൻ്റെ അളവും ഒക്കെ കറക്റ്റായ കണ്ടോ, ഇങ്ങനെ വിണ്ട് പോകണ്ട. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ അങ്ങനത്തെ വെള്ളം കുറവായാലും ഇങ്ങനെ വിണ്ടൊക്കെ പോവും. അപ്പോൾ അതങ്ങനെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് നമുക്ക് പരത്താൻ പറ്റും. അപ്പോൾ പത്തിരിയുടെ വലുപ്പമുള്ള ഒരു പാത്രം ഉണ്ട് കേട്ടോ. ഇവിടെ അമ്മയൊക്കെ ചെയ്തായിരുന്നതാണ്, ചേട്ടൻ്റെ അമ്മ. അപ്പോൾ അതേപോലത്തെ ഒരു പാത്രം ഇപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പത്തിരിയുടെ വലുപ്പത്തിൽ. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതൊന്ന് തട്ടിക്കുടഞ്ഞിട്ട് നമുക്ക് വെക്കാം. പിന്നെ ചുട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി തട്ടിക്കുടയണം കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഞാൻ പരത്തിയെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിപ്പോൾ ലാസ്റ്റത്തെ ആയി, എന്നാലും നല്ല സോഫ്റ്റായിട്ട് പരത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഉണ്ട ഇങ്ങനെ അതിൽ നിന്ന് എടുക്കുമ്പോൾ ആ മാവൊന്ന് അടച്ച് വെക്കണം. ഫാൻ്റെ അടിയിലായ കാരണം ഇങ്ങനെ
വിറങ്ങലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുത്തതിന് ശേഷം അടച്ചൊന്ന് വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഇതേപോലെ സോഫ്റ്റായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാനിങ്ങനെ എഡ്ജ് കട്ട് ചെയ്തതുണ്ടല്ലോ ലാസ്റ്റ്, അപ്പോൾ അതൊരു ഒരു കുഞ്ഞനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാന് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ മറ്റേ ദോശക്കല്ലുണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല, ഏതാ നമുക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. അപ്പം ഞാൻ ആദ്യം ആ ചെറുതിനെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുകയാണ്. അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു ഭാഗം ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിടാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് ചൂടാവണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് എടുക്കുമ്പോൾ അത് സൈഡ് ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആവട്ടെ, അതിന് ശേഷം ഒന്ന് മറിച്ചിടാം നമുക്ക്. ഇങ്ങനെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ ഒരുപാട് നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് ബ്രൗൺ നിറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നമ്മുടെ അരിപ്പൊടിയൊക്കെ വെന്ത് വന്നതാണ്. എന്നാലും ഒന്ന് ഒരു മൊരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് പിന്നെ ആ കല്ലിൽ എന്തായാലും പൊടി ഉണ്ടാവും. അപ്പോൾ അതൊരു കോട്ടൻ്റെ തുണി, നല്ല തുണി വെക്കുക. എന്നിട്ട് ആ പൊടിയൊന്ന് കളഞ്ഞതിന് ശേഷം വേണം അടുത്തത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ പൊടി കരിഞ്ഞ് നമ്മുടെ പത്തിരിയിലേക്ക് പിടിക്കുക. അപ്പം ഞാൻ അടുത്തതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒന്നായി കഴിഞ്ഞതിന് ശേഷം വേണം, ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം വേണം കേട്ടോ മറിച്ചിടാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം മുരിഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്ത് മറിച്ചിടുകയാണ്. അപ്പോൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ. ഒരു ചെറിയൊരു കളർ എന്താ പറയുക, നമുക്ക് കാണരുത്. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ പത്തിരി എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പത്തിരി. അപ്പോൾ വീണ്ടും ഓരോ കാര്യങ്ങൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഫ്ലോപ്പ് ആവാണ്ടിരിക്കാനാണ്. ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ കൈയൊക്കെ നല്ല ചൂടോടുകൂടി കുഴച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഇത് പത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയണത്. അപ്പോൾ ഒരു ഭാഗം ആവുമ്പോൾ മറിച്ചിട്ട് അങ്ങനെ എടുക്കാട്ടോ. ഒരു ഭാഗം ആവണം. ചപ്പാത്തി ഇട്ട് കൊടുക്കണ പോലെ ഉടനെ മറിച്ച് കൊടുക്കരുത്, എന്താ വെച്ചാൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്ലിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഒരു ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും ഞാനിങ്ങനെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് എടുത്ത് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ നല്ല ഇങ്ങനെ സോഫ്റ്റ് സാധനമായ കാരണം പെട്ടെന്ന് ഇങ്ങനെ വെള്ളം പിടിക്കും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പം ഉണ്ടാവില്ല. ആ ഈർപ്പം ഇതിൽ വീണിട്ട് നമ്മുടെ പത്തിരി ടേസ്റ്റ് ഇല്ലാണ്ടാവും. അപ്പോൾ നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് എല്ലാം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫാനിട്ട് ഇപ്പോൾ ഇങ്ങനെ പറക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓരോന്ന് അത്രയും സോഫ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.